ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത്. ആ എണ്ണയാണ് എൻ്റെ മുടിയിൽ തേക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, മുടി നരക്കൽ, നല്ല ബ്ലാക്കായി കിട്ടും മുടി. അപ്പോൾ എല്ലാവരും കയറി കാണണോട്ടോ എൻ്റെ ഈ വീഡിയോ. ലൈക്ക് തരണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ കുറച്ച് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലെടുക്കാം. എനിക്കൊരു വേപ്പ് മരമുണ്ട്, അതിൽ നിന്ന് കുറച്ച് വേപ്പല ഒടിച്ചെടുക്കാം. വേപ്പല എത്ര കൊടുക്കണം അത്ര നല്ലതാണ് കേട്ടോ. വേപ്പല കറ്റാർവാഴ അതെ, എത്ര കൊടുക്കണം അത്ര നല്ലതാണ്. എടുത്തിട്ടുണ്ട് വേപ്പല. ഇനി നമുക്ക് കുറച്ച് കയ്യുണ്ണി എടുക്കാം. ഇവിടെ ഒരു പറമ്പുണ്ട്, ആ പറമ്പിൽ നിന്ന് ഇത്തിരി കയ്യുണ്ണി എടുത്തിട്ടുണ്ട്. കുറച്ച് തുളസിയിലേയും കൂടി എടുക്കാം. തുളസിയൊക്കെ ഉണങ്ങിപ്പോയി. നമുക്കിതെല്ലാം കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് നെല്ലിക്കയും കൂടി എടുത്ത്, ഉണക്ക നെല്ലിക്കയില്ലേ, നമുക്ക് ഈ കറ്റാർവാഴ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞരിഞ്ഞിടാം. കുറച്ച് വേപ്പല, ആ വേപ്പല ഇതിലോട്ട് ഇടാം കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. മുടി നരക്കുന്നതിന്, മുടി കൊഴിച്ചിലിന് നല്ലതാണ് ഈ എണ്ണ. തുളസിയിലയും കൂടി നമുക്ക് അരിഞ്ഞിടാം. കയ്യുണ്ണിയും അത് ജാറിൽ കൊള്ളൂല, ഉണ്ടാവും, നമുക്ക് ഒന്നും കൂടി അടിക്കേണ്ടി വരും. ഇത് ഞങ്ങൾക്കിപ്പോൾ ഈ എണ്ണ വരട്ടാണ്ട് പറ്റില്ല, ശീലമായിപ്പോയിപ്പോൾ ഈ എണ്ണ. ഞങ്ങളെ ലൈവിലിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ എന്താ എണ്ണയാണ് വരട്ടുന്നതെന്ന്. അപ്പം ഞങ്ങൾ ഇങ്ങനെ എണ്ണ കാച്ചുന്നതാണെന്ന് പറയുമ്പോൾ വീഡിയോ ഇടുമെന്ന് ചോദിക്കുമെന്ന്. അതാ കൂടുതൽ ഇത് വീഡിയോ ഇട്ടത്. നമുക്കിത് അടിച്ചുകൊണ്ട് വരാം കേട്ടോ. ഇത് അടിച്ച് കുറച്ചും കൂടി ഉണ്ട് കയ്യുണ്ണി. നമുക്ക് ഈ ഉണക്ക നെല്ലിക്കയില്ലേ, അത് ഈ ആയുർവേദ കടയില്ല, അവിടെ കിട്ടും കേട്ടോ. അതുപോലെ കറ്റാർവാഴയും കിട്ടും കേട്ടോ. വേണ്ട, കുറച്ചും കൂടി എടുക്കാം നമുക്ക് നെല്ലിക്ക. ഇതിൻ്റെ പൊടി കിട്ടും, അത് കൊള്ളൂല, കൂട്ടായിരിക്കും. ഇത് ഉണക്കിയെടുക്കണല്ലേ. പിന്നെ നമുക്ക് കരിഞ്ജീരകം ഇല്ലേ, കരിഞ്ജീരകം മാർജിൻ ഫ്രീ ഷോപ്പിൽ കിട്ടും. ഈ കരിഞ്ജീരകം ഇത് എണ്ണ കാച്ചുന്നത് നല്ലതാണ്. ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടിച്ചുകൊണ്ട് വരാം കേട്ടോ. അടിച്ച് നമുക്ക് ഇനി ചീനച്ചട്ടി വെക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇതിന് നല്ലത്. അയ്യേണ്ട കണ്ടൻ്റ് കൂടി കിട്ടുമല്ലോ. നമുക്ക് ഈ അടിച്ച് വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ വെള്ളം പറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണത്. മുടി നന്നായിട്ട് കറക്കും, മുടി കൊഴിച്ചിലും കുറയും. പിന്നെ നരച്ചത് എല്ലാവർക്കും നരച്ചിട്ടുണ്ടാവില്ല, അത് പിന്നെ നരക്കില്ല. ഞാൻ 3/4 കിലോ വെളിച്ചെണ്ണ എടുത്തേക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഞാനും ചേട്ടനും എൻ്റെ മക്കളും ഈ എണ്ണ തേക്കുന്നത്. തിളച്ച് നന്നായിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കണം. തണുത്തട്ടോ ഞാനിത് അരിച്ചെടുക്കാൻ പോവുക. നമ്മുടെ എണ്ണയുടെ നിറം കണ്ട നല്ല ബ്ലാക്ക് നിറമായി. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. ഈ എണ്ണ പറ്റാൻ നല്ല ബ്ലാക്ക് നിറവും. നമുക്ക് കീടനില്ലേ, തുണിയിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ആ കീടത്തിൽ തന്നെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണ ഉണ്ട് അതിനകത്ത്. തുണി കൊണ്ട് പിഴിയുമ്പോൾ വരുന്നതുണ്ട് എണ്ണ. എനിക്ക് നേരത്തെ ഉണ്ടായതോടെ കറ്റാർ വാഴ, അതെല്ലാം മഴ വന്നപ്പോൾ പോയി. അപ്പോൾ ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആയുർവേദ കടയ്ക്ക് ഇട്ടോട്ടാ കറ്റാർ വാഴ. അല്ലെങ്കിൽ നേഴ്സറിലുണ്ട്, മേടിച്ച് നമുക്ക് നട്ട് മതി. ചിലപ്പോൾ ചെല്ലുമ്പോൾ കിട്ടൂല ആയുർവേദ കടയിൽ. ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാട്ടോ. നമുക്ക് ഒരു കുനിൽ വെച്ച് ഒഴിക്കാം. മുടിക്ക് നല്ല മാറ്റം ഉണ്ടാവും. മുടി കൊഴിച്ചിലില്ല, പിന്നെ അകാല നര അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ മുടി നല്ല ബ്ലാക്കായിട്ടിരിക്കും.
കണ്ട എണ്ണയുടെ നിറം കണ്ട. എല്ലാവരും കാച്ചി പെരട്ടി നോക്കണം കേട്ടോ, കമൻറ്റ് വിടണം കേട്ടോ. ഓക്കെ ബൈ.